2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിലാണ് ചരിത്ര കരാറിൽ ഒപ്പിട്ടത്. കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ തീരുവ ഇളവ് നൽകും. ഇറക്കുമതി ചെയ്യുന്ന 97% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഇളവ് അനുവദിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഒപ്പിട്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു സമ്പദ് വ്യവസ്ഥയ്ക്കും നേട്ടമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും പ്രതികരിച്ചു. और यूरोपियन यूनियन के संबंधों में उल्लेखनीय प्रगति हुई है. साझा लोकतांत्रिक मूल्यों, आर्थिक सिनर्जी और मजबूत पीपल टू पीपल टाइज के आधार पर हमारी साझेदारी नई ऊंचाइयों तक पहुंच रही है. आज हमारे बीच 180 बिलियन यूरो का ट्रेड है. 8 लाख से अधिक भारतीय यूरोपियन यूनियन के देशों में रह रहे हैं और सक्रिय योगदान दे रहे हैं. हमने स्ट्रेटेजिक टेक्नोलॉजी से लेकर क्लीन एनर्जी, डिजिटल गवर्नेंस से लेकर डेवलपमेंट पार्टनरशिप, हर क्षेत्र में सहयोग के नए आयाम स्थापित किए हैं. ധനസുമൂദുണ്ട് വിവരങ്ങൾ നൽകാൻ. സുമോദ്, അമേരിക്കൻ നികുതി ഭീകരത മറികടക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണെന്നാണ് നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യ എത്രത്തോളം നേട്ടമാണ് ഈ ഒരു കരാറിലൂടെ പ്രതീക്ഷിക്കുന്നത്? നൗഫൽ, ഇന്ത്യയുടെ സമഗ്രമായ പല മേഖലകളിലും വലിയ ഉയർച്ചയുണ്ടാക്കുന്ന, വലിയ തരത്തിലുള്ള ഉണർവുണ്ടാക്കുന്ന ഒരു കരാറാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് 2007 മുതലാണ് ഈ കരാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ പലയിടങ്ങളിലായി ഈ ചർച്ച വഴിമുട്ടി നിന്നു പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച ഈ നികുതി ഭീകരത മറികടക്കാനുള്ള ഒരു ഇന്ത്യയുടെ തന്ത്രത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. കാര്യം, ഈ തരത്തിലുള്ള അമേരിക്കയുടെ നികുതി ഭീകരത മൂലം വസ്ത്രനിർമ്മാണ രംഗം തന്നെ ഒരു തളർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം മാറുകയും പുതിയ വിപണി ഇന്ത്യ കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. അതിൽ ഒരു വിജയം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 99.6% കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കിയാണ്. അവിടെ നിന്നാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിലും ആ തരത്തിലുള്ള തന്നെ നികുതിയുടെ ഒരു ഇളവുണ്ടാകുകയാണ്. അതിൽ 97% ഇളവുണ്ടാകുകയാണ്. ഇപ്പോൾ നേരത്തെ ഒരു കാറ് BMW, ഓഡി തുടങ്ങിയ, ലംബോർഗിനി തുടങ്ങിയ കാറുകളൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ 110% നികുതിയെങ്കിൽ അത് 10% മാറുകയാണ്. ഈ സംസ്കരിച്ച ഭക്ഷ്യ പദാർത്ഥങ്ങൾ അതിൻ്റെ നികുതി 0-ലെത്തുന്നു. ഒലിവെണ്ണ 5 വർഷം കൊണ്ട് തന്നെ 0-ലെത്തുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കരാറിലൂടെയാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ഇത് സമുദ്ര, മാരിടൈം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും നിരവധി മേഖലകളിൽ ഇത്തരത്തിലുള്ള ഒരു നേട്ടം ഇന്ത്യക്കും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഉണ്ടാകുന്ന ഒരു കരാർ തന്നെയാണിത്. കാര്യം, 200 കോടി ജനങ്ങളെ ബാധിക്കുന്ന കരാറിലാണ് ഇപ്പോൾ ഒരു ശതാബ്ദം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഈ കരാറിലൂടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ധനസുമൂദാണ് വിവരങ്ങൾ നൽകിയത്.